നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലത്ത് ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലാണ്, മോഡൽ ബോയ്സ് സ്കൂൾ. അപ്പോൾ ഒപ്പന ടീമിന്റെ കൂടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. നമ്മളറിയാം എല്ലാ തരത്തിലും കൊല്ലം സെറ്റായി ഒരുങ്ങി നിൽക്കുകയാണ്. പിള്ളേരെല്ലാം എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ആവേശം കൊല്ലത്ത് മൊത്തത്തിലുണ്ട്. ഇപ്പം എൻ്റെ കൂടെ ഉള്ളത് ഒപ്പന ടീമാണ്. നിങ്ങൾ റെഡിയല്ലേ? ഒരു 2 സ്റ്റെപ്പ് പ്രേക്ഷകർക്ക് വേണ്ടി വെച്ചാലോ? അപ്പോൾ ഓക്കെ, തുടങ്ങാം. ഇവരിപ്പോൾ പരിശീലനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പാട്ട് പാടാനുള്ള സംഘമുണ്ട്, പിള്ളേരുണ്ട്. നിങ്ങൾ കളിച്ചോ? ഞാൻ മണവാട്ടിനെ ഒന്ന് പരിചയപ്പെടുത്താം. മണവാട്ടിയുടെ പേരെന്താ? അസ്മി. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ മൊത്തത്തിലൊരു ആവേശത്തിൽ എത്തിയോ ഇവിടെ? ഇന്നലെയൊക്കെ കാണിക്കുമ്പോഴേ നമ്മൾ കോഴിക്കോട്ട് നിന്ന് കപ്പ് പുറപ്പെടുമ്പോൾ അവിടെ കോഴിക്കോട്ടുകാർ പറയുന്നത് ഇത്തവണ ഞങ്ങൾ തന്നെ കപ്പ് എടുക്കുന്നതാണ്. നിങ്ങൾക്ക് കൊല്ലംകാർക്ക് എന്താ പറയാനുള്ളത്? ഞങ്ങൾ ഈ തവണ കപ്പ് എടുക്കും. നിങ്ങൾ എടുക്കുമല്ലേ? ഈ കോഴിക്കോട്ടേക്ക് ഇനി കൊടുക്കില്ല? ഇല്ല, കൊടുക്കത്തില്ല. നിങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ ഒപ്പന ടീം പോകുന്നതാണെന്ന് ഞാൻ കേട്ടു. അപ്പോൾ എങ്ങനെയാണ് സീനിയേഴ്സ് ഒക്കെ ആയിട്ട് കുറേ കാലമായിട്ട് കൊല്ലത്ത് ഈ സ്കൂളിൽ നിന്ന് ഒപ്പന ഇറങ്ങാറുണ്ട്? ഉണ്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കളി തുടരട്ടെ. അപ്പോൾ ഇവർ സ്ഥിരമായിട്ട് ഇങ്ങനെ ഒപ്പന ചെയ്യുന്ന ടീമാണ്. അപ്പോൾ പിള്ളേരെല്ലാം അതിൻ്റെ ഒരു ആവേശത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മൾ പലയിടത്തിലും ഇപ്പോൾ ഈ ആശ്രമം മൈതാനത്താണെങ്കിലും അവിടെയുള്ള വേദികളിലാണെങ്കിലൊക്കെ ഒരുക്കം നടക്കുകയാണ്. അപ്പോൾ ഇവിടെ തന്നെ ഈ കലോത്സവത്തിൻ്റെ ട്രോഫി അത്തരത്തിലുള്ള സംഘാടക നേതൃത്വമൊക്കെ ഈ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒപ്പന. ഞാൻ അവരുടെ പാട്ടിലേക്ക് ഒന്ന് പോവാം. അവരുടെ പാട്ട് നമുക്കൊന്ന് കേൾക്കാം. കിതാബിൽ വണ്ടി രണ്ടെന്ന് വരച്ചു, നിറച്ച് കരയറ്റനുമായി പൂനബിയിൽ ഗുണമാ മക്കള് സിദ്ധത്ത് അഞ്ചുമതാരിലതാ. അപ്പൊ ഇങ്ങനെയാണ് ഒപ്പന, തിരുവാതിരക്കളി, മാർഗംകളി, അങ്ങനെ തുടങ്ങി പലതരം കലാരൂപങ്ങൾ ഇവിടെ കൊല്ലത്ത് ഒരുങ്ങിയിരിക്കുകയാണ്. ബാക്കിയുള്ള ജില്ലകളിൽ നിന്നെല്ലാം കുട്ടികൾ എത്തിക്കഴിഞ്ഞു. അതിൻ്റെ ഒരു ആവേശം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അങ്ങനെ കൊല്ലം കലോത്സവത്തിനായി റെഡി ആയിരിക്കുകയാണ്. ഇതേപോലെ കൊല്ലം എല്ലാ ജില്ലകളും പറയുന്നുണ്ട് ഞങ്ങൾ കപ്പെടുക്കുമെന്ന്. കോഴിക്കോടുകാർ പറയുന്നുണ്ട് ഞങ്ങൾ കപ്പ് വിട്ടുകൊടുക്കില്ല എന്ന്. അപ്പോൾ അത്തരത്തിലാണ് ഇവിടെ എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. അരുൺ, റോഷ്നി ഒരു പഴയ ഒരു നാടക നടി കൂടിയാണല്ലോ. യുവജനോത്സവത്തിലൊക്കെ സമ്മാനം, പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിലൊക്കെ പങ്കെടുത്ത ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ്. അപ്പോൾ റോഷ്നി ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്ന വേദി ഏതായിരിക്കും? ആക്ച്വലി എൻ്റെ ഐറ്റം ശരിക്കും പ്രധാനമായിട്ട് ഒപ്പനയായിരുന്നു. ഞാനൊരു UP തൊട്ട് PG സെക്കൻഡ് ഇയർ വരെ തുടർച്ചയായിട്ട് ഒപ്പന കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒപ്പന ടീമിനെ പിടിച്ചത്. കൂടാതെ നാടകവും ചെയ്തിരുന്നു. നാടകം കൂടുതലായിട്ടും കോളേജ് തലത്തിലാണ് ശ്രദ്ധിച്ചിരുന്നത്. അപ്പോൾ നാടകത്തിലും നമ്മൾ ഉറ്റു നോക്കുന്നുണ്ട്. നാടക ടീമിനെയൊക്കെ നമ്മൾ നേരത്തെ നോക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒപ്പന പിള്ളേരുടെ ഒരു ആവശ്യം കണ്ട് അവരുടെ കൂടെ അങ്ങ് കൂടിയതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെയാണ് നമ്മൾ കലോത്സവം എന്ന് പറയുമ്പോൾ നമ്മൾ സ്കൂൾ കോളേജ് കാലത്തേക്കൊക്കെ അങ്ങ് തിരിച്ചു പോവുകയാണ്.